മുടിഞ്ഞ റേറ്റ് അവിടുത്തെ റൂമിന്. ഒരു ദിവസം 3000 രൂപ. എന്റെ കയ്യിലാണെങ്കിൽ 250 രൂപ ഉള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെക്കന്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടെ. ഫെലിക്സോ? അയാളുണ്ട് ഇവിടെ. ഞാൻ പോയി കാണട്ടെ. വെറുതെ എടുത്തിയാടണ്ട, എല്ലാം സാവകാശം മതി. ആ അയ്യോ, നീ എന്താ ഇവിടെ? നിന്നെന്തിനാ കെട്ടിയെടുത്തത്? വെള്ളത്തേണ്ടി തന്തവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ഒരു വഴിയില്ലാണ്ടായപ്പോ ഞാനും വെള്ളം കൂട്ടി ഒളിച്ചോടി ഇങ്ങോട്ട് പോന്നു. 2 ദിവസമായിട്ട് നിന്നെ ഇവിടെ തേടി നടക്കാൻ ഞാൻ. ഇതെന്റെ കൂട്ടുകാരൻ മണി. മാല അതിന്റെ കയ്യിലുണ്ട്. ആ മാലയല്ല, ഇത് മേഘമാല. അവൻ കെട്ടാൻ പോണ പെണ്ണ. എന്താ ഈ പെണ്ണിനെ മാല കിട്ടിയോ? ആ മാല വെച്ച കാശ് കിട്ടിട്ടോ ഈ മാല കെട്ടിട്ട് ആ തന്തപ്പെട്ട മുമ്പിൽ ആണായിട്ട് പോയി നിൽക്കാൻ. കിട്ടി എന്നാ കിട്ടി. അതിന്റെ ഏർപ്പാടാ. അതൊക്കെ ഞാൻ പറയാം. അന്നത്തിരി കാശായി ഞങ്ങളൊന്ന് ഓട്ടയ്ക്ക് കൊടുക്കാനാ. എത്ര? 7300. 7300. നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഈ പെണ്ണിനെ കൊണ്ട് ഓടുന്ന വെപ്രാളത്തിലേക്ക് കിട്ടിയ ഓട്ടയാ. പിന്നെ അതിലിങ്ങോട്ട് പോന്നു. നാട്ടിൽ നിന്ന് പിടിച്ച ഓട്ടയാ. 10,500 മൈലേറില്ലേ. എന്നിട്ടാ ഓട്ടോ എവിടെ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നീ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഓട്ടോറിക്ഷക്കാരനെ ഇവിടെ നിർത്തിയിട്ട് ഹോട്ടലിനകത്തോടെ ഓടിയിട്ട് പുറകുവശത്തെ മതിലിയാടി ഓടി. അയാൾ പന്നെ തപ്പി നടക്കാ. പോലീസിന് പണി കൊടുത്തിട്ടുണ്ട് കേട്ടെ. എന്റെ കയ്യിൽ ഇനി 10-200 രൂപയുള്ളൂ. ചെക്കന്റെ വീട്ടുകാരെന്നാ തോന്നണേ. ഞാൻ സ്ഥിതിഗതികളൊക്കെ നടന്നിട്ട് വരാം. ഞാനിവിടത്തെ പോയി നിറച്ചല്ലോ. എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ. കള്ളൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. എത്തിയോ? വരണം വരണം. യാത്രയൊക്കെ സുഖമായിരുന്നു. നല്ല സുഖണ്ടായിരുന്നു. പെട്ടി സൂക്ഷിക്കിട്ടാ. ഇവിടെ എങ്ങനെ നല്ല സുഖണ്ടാ? സുഖത്തിനൊന്നും ഒരു കുറവില്ല. പിന്നെ എന്തിനാ കുറവ്? ഇതെന്റെ നെവ്യൂ. ഇത് ചെക്കന്റെ ഡാഡി മിസ്റ്റർ കെ ടി മാത്യു. മാത്തച്ഛനെ വിളിക്കും. ഇത് സ്വർണ്ണമ്മ, മാത്തച്ഛന്റെ വൈഫ്. നമസ്കാരം. സൂസയെ മനസ്സിലായില്ല തോന്നുന്നു. എന്റെ സഹധർമ്മി. ഞങ്ങള് ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതെന്റെ അളിയൻ വർക്കച്ചൻ. ഇതെന്റെ അവള് കല്യാണത്തിന് തലേദിവസം വരെയുള്ളൂ. കുട്ടികളുടെ പരീക്ഷ എടുക്കല്ലേ. എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതിന് ഒരു ദിവസം പോരാതാവും. അതുകൊണ്ട് എല്ലാരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. ബാബു, എല്ലാവരുടെയും മുറിയുടെ കാര്യം എന്തായി? അച്ചായൻ തന്നെ ചെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ തരാന്ന് പറയുന്നത്. ആഹാ, എല്ലാരും ഒന്ന് നിൽക്കണേ. ഞാൻ ഇപ്പോ വരാം. എന്ത് ഡ്രസ് അത്? ജോക്കറാ. സോറി, 1 മിനിറ്റ്. റൂം ഇപ്പൊ റെഡിയാവും. വാട്സ്ആപ്പില്ലേ 25 ദിവസം മുമ്പ് 60 റൂം ഞാൻ ബുക്ക് ചെയ്തല്ലേ? ക്ഷമിക്കണം മിസ്റ്റർ ഫെർണാണ്ടസ്, ചില റൂംസ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി സർ, ഒരു 1/2 മണിക്കൂർ എല്ലാവരും കോഫി ഷോപ്പിൽ പോയി കാപ്പ് കുടിക്കുമ്പോഴേക്കും കീമായിട്ട് ഞാനങ്ങ് വന്നേക്കാം. സോറി, എല്ലാവർക്കും റൂം ഉടനെ ശരിയാവും കേട്ടോ. ഓ, ഇറ്റ്സ് ഓക്കേ. എക്സ്ക്യൂസ് മീ, ഒരു കാർഡ് തരൂ. ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഐ ആം രാമൻ കാർത്ത. ഹലോ. ഹലോ, ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു ഇവിടെ. ഇവിടെ. സോറി സർ, ഒരു ഗ്രൂപ്പിന്റെ ചെക്കിൻ ഉണ്ട്. സാർ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് ഇരുന്നാൽ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം. ഓക്കെ. ഒരു 15 മിനിറ്റ്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളവർക്കൊക്കെ കഴിക്കാം. എനിക്കൊരു കപ്പ് കാപ്പി മാത്രം മതി. എന്നാ വാ. ഇവിടെ നല്ല ചാകരയാണല്ലോ. നല്ല ഉരുപ്പടികൾ കുറെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മറ്റേ കേസല്ല, എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ. അതെന്താ, നമ്മളും കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല. ആര്? ഹംസക്കയാ? പതുക്കെ, ഇവിടെ എന്റെ പേര് ഹംസക്കോയ എന്നല്ല, കർത്ത എന്നാണ്. കർത്തായ? അപ്പൊ സാറ് മതം മാറിയാ? ഇല്ല, പേര് മാറി. ഇവിടെ രാമൻ കർത്ത എന്നുള്ള പേരിലാണ് ഞാൻ മുറി എടുത്തിരിക്കുന്നത്. നമ്മള് ബീവിക്ക് എനക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടെ ഇത് നല്ല ഐറ്റം ഒന്ന് എന്നെ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണം ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. കൊച്ചു കള്ളൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഹംസക്കോയുടെ റൂം ഏതാണ്? ഇല്ല സർ, അങ്ങനെ ഒരാളില്ല. ഇല്ലാതിരിക്കാൻ വഴിയില്ലോ. അങ്ങനെ ഒരു ബുക്കിംഗ് ഇല്ല സർ. Where is the manager? അയ്യോ, ഞങ്ങളെ കൊണ്ടുപോകും.
ഹലോ, ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാടക കൊലയാളി അന്തപ്പൻ. ചാവേണ്ടവൻ ഈ ഹോട്ടലിൽ ഇല്ലെന്ന്, ഹംസ കോയ ഇവിടെ ഇല്ലെന്ന്. എന്നാ വ്യാജ പേര് എന്താണെന്ന് പറ. എന്നാ ചാവേണ്ടവന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കേ. പാഷ എന്ന പേരിൽ, ഭാഷ അല്ലടോ, പാഷ എന്ന പേരിൽ ഈ ഹോട്ടൽ അഡ്രസ് അയച്ചാൽ മതി. ഓക്കെ. പിന്നെ ആദ്യം അഡ്വാൻസ് കൊടുത്തയക്കണം. ബാക്കി കാശ് അവൻ ചത്തു തൊലഞ്ഞിട്ട്. അത് ചത്തവനോട് ചോദിച്ചാ പോരെ. ഓക്കെ, എന്തായാലും ഫോട്ടോ അയക്കേ. ബാക്കിക്കാര് ഞാൻ ഏറ്റു. എക്സ്ക്യൂസ് മീ, ഒരു ബുക്കിംഗ് ഉണ്ടല്ലോ പാഷ. സാർ ഒരല്പസമയം വേണം, കൗണ്ടർ ബിസിയാണ്. ഞാൻ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കാം. ഓക്കെ സാർ. ഹലോ. ഹലോ, ഞാൻ കർത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. എല്ലാവരുടെയും കീ ലിസ്റ്റ്. എക്സ്ക്യൂസ് മീ, ഞാൻ കൊടുത്തേക്കാം. ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. എല്ലാവരുടെയും പേരും നമ്പറും ഈ ലിസ്റ്റിലുണ്ട്. റൂം ആറാതെ കൊടുക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. രണ്ടെണ്ണം എന്റെ കയ്യിലിരിക്കട്ടെ. ഒരു ഒടുക്കത്തെ ലിസ്റ്റ് പറയുന്ന റൂമിൽ കിടന്നാലും ഉറക്കം വരുള്ളൂ. ഓട്ടെ കിടക്കട്ടെ. കീ, ഒരു കീ, കീ, ഇവിടെ ഇരിക്കുവായിരുന്നോ? കീ, നാത്തൂനും പിള്ളേരും തലേന്ന് കീ, എനിക്കറിയാൻ കീ, 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 കീ. ഇതെന്താ ഹോൺ അടിച്ചാൽ നാഷണൽ ഹൈവേ ആറ്റേ? താക്കോൽ, എന്റെ ചാവി ഉണ്ടാ? താക്കോൽ. കയ്യിൽ പോവുക. ഇയാളാവൂ അബ്ദുള്ള. ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമം തോന്നില്ല. ഇല്ല. വിലപേശൽ നടക്കില്ല. ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സാ? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചുകൊണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്റെയിലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും, ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പോഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 25,000 അഡ്വാൻസ് തന്നാ മതി. ബാക്കി കൈമാറ്റം നടന്ന ശേഷം. കൊടുക്കാന്ന് പറ സാറേ. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞോ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താണ് ഇത്? ചില്ലറ പാർട്ടിയല്ല. ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപം. രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറയിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആയിരിക്കും കൊടുക്കലേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6:30 വന്നേക്ക്. ആ